നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 2 മില്യൺ പ്ലഡ്ജിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ലോഗോ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രകാശനം നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിതര സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ ജൂൺ 26-ന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം 2 മില്യൺ പ്ലഡ്ജിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രകാശനം നിർവഹിച്ചു. സബ് കളക്ടർ ഹർഷിൽ ആർ മീണ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുരേന്ദ്രൻ, നിഷ പുത്തൻപുരയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം സി എം ബാബു, സീനിയർ സൂപ്രണ്ട് ശെൽവരത്നം, ജൂനിയർ സൂപ്രണ്ട് പി ആർ ബിന്ദു, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വിനോദൻ പൃഥ്വിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നാടിനായി നാളേക്കായി ഒന്നിക്കാം എന്ന സന്ദേശത്തിൽ ലഹരിക്കെതിരെ 20 ലക്ഷം പേരെ അണിനിരത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ 2 മില്യൺ പ്ലഡ്ജ് ബഹുജന പ്രതിജ്ഞ നടക്കുക. കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാന്റെയും സംസ്ഥാന തലത്തിലെ വിവിധ ലഹരിവിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി നടക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാൻ രൂപീകരിച്ച എമർജൻസി റെസ്പോൺസ് ടീം അംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകി. ചുമതലകളും ദുരന്ത സമയങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഉൾപ്പെടെ പ്രായോഗിക പരിശീലനമാണ് നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷൻ, ചേളന്നൂർ, കോഴിക്കോട് ബ്ലോക്കുകൾ എന്നിവിടങ്ങളിലെ ERT അംഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത്. മറ്റ് ബ്ലോക്ക് പരിധികളിലുള്ളവർക്ക് ഘട്ടം ഘട്ടമായി പരിശീലനം നൽകും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ADM ടി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ എ ജയശ്രീ, ജൂനിയർ സൂപ്രണ്ട് എസ് പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു. വനം വന്യജീവി വകുപ്പ് ആവിഷ്കരിച്ച വിത്തൂട്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. പരിസ്ഥിതി പുനഃസ്ഥാപനം, വന്യമൃഗങ്ങൾക്ക് വനത്തിനകത്ത് തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കൽ, മെച്ചപ്പെട്ട പാരിസ്ഥിതിക സേവനങ്ങൾ ഉറപ്പാക്കൽ തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ജൂൺ 15-ന് വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് വനം ഡിവിഷനു കീഴിലെ കാക്കവയൽ വനപർവം ഇക്കോ ടൂറിസം സെന്ററിലാണ് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, പൗരപ്രമുഖർ, പരിസ്ഥിതി കർഷക പുരസ്കാര ജേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. സംസ്ഥാന ടെലിവിഷൻ അവാർഡിന് കേരള ചലച്ചിത്ര അക്കാദമി അപേക്ഷ ക്ഷണിച്ചു. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സംപ്രേഷണം ചെയ്തതോ സെൻസർ ചെയ്തതോ ആയ ടെലിസീരിയലുകൾ, ടെലിഫിലിമുകൾ, ഡോക്യുമെന്ററികൾ, ഈ കാലയളവിൽ പുറത്തിറക്കിയ ടെലിവിഷൻ സംബന്ധമായ പുസ്തകങ്ങൾ, ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. പരിപാടികൾ ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് എന്നിവയിൽ സമർപ്പിക്കണം. ഫോറവും നിബന്ധനകളും സ്ക്രീനിൽ കാണുന്ന അക്കാദമി വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാം. തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിന് സമീപം സ്റ്റാച്യു റോഡിലുള്ള അർച്ചന ബിൽഡിംഗിലെ അക്കാദമിയുടെ സിറ്റി ഓഫീസിൽ നിന്ന് നേരിട്ടും അപേക്ഷാ ഫോറം ലഭിക്കും. അപേക്ഷകൾ ജൂൺ 30-ന് വൈകിട്ട് 5-നകം അക്കാദമി ഓഫീസിലോ സിറ്റി ഓഫീസിലോ ലഭിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ 0471 275 4422. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. MArc യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ജൂൺ 25-ന് വൈകിട്ട് 5-നകം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ PO കിഴുന്ന, തോട്ടട, കണ്ണൂർ 7 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല. ഫോൺ 8281 57 4390 0497 2965 390. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.